കൊള്ളാം തക്കാളി. തക്കാളി തീർന്നോ? ഓ, കാലത്ത് ബണ്ണി സെട്ട് എല്ലാം വാങ്ങിച്ചോണ്ട് പോയി. നിന്റെ വീട്ടിലെങ്കിലും കാണില്ലേ? രണ്ടുണ്ടായിരുന്നു. അതെന്റെ ഭാര്യ ചമ്മന്തി ഉണ്ടാക്കി. അപ്പൊ ചമ്മന്തി എവിടെ? ഞാൻ കഴിച്ചു. എവിടെയാണ് ഈ ബണ്ണി സെട്ട്? കെച്ചപ്പ് ഫാക്ടറിയോ? ഈ നഗരത്തിലെ തക്കാളി കൊണ്ട് കെച്ചപ്പ് ഉണ്ടാക്കിയോ? വീടില്ല ഞാൻ അവനെ. ബണ്ണി സെട്ടിനെ ഞാൻ കെച്ചപ്പ് ആക്കും. സപ്പട്ടെണ്ണം വരൂ. അവന് തക്കാളി ഇല്ലാതെ കഴിയാൻ പറ്റില്ല. തക്കാളി ഇപ്പൊ നമ്മുടെ കയ്യിലല്ലേ. ബണ്ണിയുടെ കെച്ചപ്പ് ഫാക്ടറി എവിടെ? ഇതിലേ പോയാ മതി. അവൻ വരുന്നുണ്ട്. അവൻ വരുന്നുണ്ട്. സംശയമുണ്ടോ? തക്കാളി, ഇത്രയധികം തക്കാളി. ഞാൻ കേട്ടതെല്ലാം ബണ്ണി സെട്ട് വാങ്ങിച്ചെന്നാണല്ലോ. നിനക്ക് ഈ ബണ്ണി സെട്ടിനെ അറിയാമോ? ഇതാണ് അഡ്രസ്. അഡ്രസ് ഒക്കെ ഇത് തന്നെയാ. ഞാൻ നിന്റെ കാര്യമല്ല, ബണ്ണി സെട്ടിന്റെ കാര്യമാ ചോദിച്ചത്. തക്കാളി കഴിക്കാനുള്ളതാണ്, വലിച്ചെറിയാനുള്ളതല്ല. ബണ്ണി സെട്ടിന്റെ അഡ്രസ്. എടോ തടിയൻ കൊറില്ലേ, ഇതാണ് അഡ്രസ്. ഇദ്ദേഹമാണ് ബണ്ണി സേട്ട്. സംശയമുണ്ടോ? തക്കാളി നീ വിഴുങ്ങിയോ? വിടില്ല നിന്നെ ഞാൻ. ധൈര്യം ഉണ്ടെങ്കിൽ ഒരു തക്കാളി കഴിച്ചു കാണിക്കൂ. ചലഞ്ചോ? ചപ്പട്ടണ്ണനോടാണോ ചലഞ്ച്? ഞാൻ എല്ലാ തക്കാളിയും കഴിച്ചു കാണിക്കാം. സപ്പട്ടണ്ണനെ പറ്റിക്കുന്നോ? നിൽക്കൂ. അപ്പോൾ ഇതാണ് ലിസ്റ്റ്. ഇത്രയും വലുതോ? ആ വരൂ. ഇന്നാ തക്കാളി എടുത്തോ. ഡൺ. ഉരുളക്കിഴങ്ങ് പിടിച്ചോ. ഡൺ. ഇതാ ചേട്ടാ. ഡൺ. വെൽ ഡൺ ബോയ്സ്. ലിസ്റ്റ് തീർന്നോ? ഇനിയും പാതി സാധനങ്ങൾ ബാക്കിയുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചാലേ വീട് സൂപ്പർ മാർക്കറ്റ് ആയി. നല്ലതല്ലേ? അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ സാധനങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാലോ. ഈ മാർക്കറ്റിലേക്ക് വരേണ്ട ആവശ്യമില്ല. വീട്ടിൽ സാധനം ഉണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിക്കാൻ ആരും പൈസ തരില്ല. സംശയമുണ്ടോ? കഞ്ചോസ്, ചന്തയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ പൈസ കൊടുക്കാം, പക്ഷെ വീട്ടിൽ പൈസ തരില്ലേ? അതെ, മുകളിൽ പോയി തല മുട്ടിച്ചാലേ തല പൊട്ടിച്ചതറി പോവും. പക്ഷെ ഈ ചുമരി പോയി തല മുട്ടിക്കുന്നത് എന്തിനാ? ഞാൻ തക്കാളി കഴിക്കാൻ. എന്റെ തക്കാളി എവിടെ? എവിടെയെന്നാണ് ചോദിച്ചത്. തീർന്നുപോയി.
തക്കാളി കഴിക്കാനാണ്, ഒളിച്ചു വെക്കാനല്ല. ബാക്കിയുള്ള തക്കാളികൾ എവിടെ? തീർന്നു പോയെന്നേ. 10 കിലോ തക്കാളിയാ തിന്നത്. എന്റെ കാശ് എവിടെ? നിനക്ക് എത്രയും പൈസ മതിയോ? ഇതെന്താ റൗഡിസാ? നീ ആരടാ? തക്കാളി കഴിക്കാനുള്ളതാണ്, ഒളിച്ചു വെക്കാനല്ല. എന്റെ മുഖം വൃത്തികേടാക്കിയോ? അതായിരിക്കുന്നു. എന്നാ പിടിച്ചോ. താങ്ക് യു. എന്റെ വയറ് നിറഞ്ഞു. നാളെ വരാം, തക്കാളി കഴിക്കാം. ആരാണത്? സപ്പാട്ടണ്ണ സർക്കസിലായിരുന്നു. അവിടത്തെ റിംഗ് മാസ്റ്റർ സലാഡിലുള്ള തക്കാളി എല്ലാം കഴിച്ചിട്ട് ബാക്കിയുള്ളതായിരിക്കും ഇവന് കൊടുക്കുന്നത്. ഇപ്പൊ അങ്ങേര് തക്കാളി കഴിക്കും, പക്ഷെ പൈസ കൊടുക്കും. പൈസ ചോദിച്ചാൽ അടിക്കും. തക്കാളി കഴിക്കാതിരിക്കാനാവില്ല. ആഹാ. നാളെ തൊട്ട് ഇവിടെ നിന്നും ഇയാൾക്ക് തക്കാളി കിട്ടില്ല. എങ്ങനെ? ആ വാ പറയാ. ഈ സപ്പട്ടേണ്ണ ഒരു പാഠം പഠിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. ആ, ആ, ആ. ഏ? തക്കാളി കഴിക്കാനുള്ളതാണ്, ഒളിപ്പിച്ചു വെക്കാനല്ല. തക്കാളി ഇല്ല. തക്കാളി തീർന്നോ? കാലത്ത് ബണ്ണി ചേട്ടായി മുഴുവനും വാങ്ങിക്കൊണ്ട് പോയി. തക്കാളി എവിടെ? തക്കാളി എവിടെ? തക്കാളി ഇവിടെ ഇല്ല. ബണ്ണി സെട്ടെല്ലാം വാങ്ങിച്ചോണ്ട് പോയി. ഡോക്ടർ ബാലു, നിങ്ങളിങ്ങനെ ഒരിക്കലും വഴക്കൂടുന്നത് ശരിയല്ല. ആ, രണ്ടുപേരും ഉറപ്പായിട്ടും സേഫ്റ്റി ഗാർഡ് അണിയേണ്ടതാണ്. കഴുതേ, രണ്ട് സഹോദരന്മാർ തമ്മിൽ വഴക്ക് കൂടാനേ പാടില്ല. സംശയമുണ്ടോ? ഇങ്ങോട്ട് നോക്കൂ. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ആ മനസ്സിലാവാത്ത കാര്യം മനസ്സിലായി എന്ന് വിചാരിച്ച് സംസാരിക്കുന്നത് തെറ്റാണ്. മനസ്സിലായോ? ഇങ്ങോട്ട് നോക്കൂ. നിനക്കൊരു കാര്യത്തിൽ വിവരമില്ലെങ്കിൽ അത് വിവരമുള്ളവരുടെ അടുത്ത് പറഞ്ഞ് വിവരിക്കാൻ നോക്കുന്നത് തന്നെ വിവരമുള്ളവർക്ക് ചേർന്നതല്ല. ഇത് മനസ്സിലായോ? എന്നാ ദൂരേക്ക് മാറി നിന്ന് നോക്കൂ. ഞങ്ങളിൽ പവർഫുൾ ആയത് ആരാണെന്ന്. അങ്ങോട്ട് പോയിക്കോളൂ. സമൂസ ഇല്ലെങ്കിൽ ആ എണ്ണയിൽ പപ്പടം ഉണ്ടാക്കാം. നമുക്ക് ഇവിടുന്ന് സ്ഥലം വിട്ടേക്കാം. ഇനി നോക്കിക്കോ ഞാൻ എത്ര പവർഫുൾ ആണെന്ന്. നോക്കിക്കോ. ഇതായിരുന്നു നിന്റെ ശക്തി. ഇനി നോക്കിക്കോ എന്റെ പവർ. കണ്ടില്ലേ, എനിക്കൊന്നും പറ്റിയില്ല. ഈ കട്ടയ്ക്കും ഒന്നും തന്നെ പറ്റിയില്ല. അങ്ങനെയാണോ? എന്നാ ഇപ്പൊ നോക്കിക്കോ. ഇതാണോ ഇത്ര വലിയ കാര്യം? ഇങ്ങോട്ട് വരൂ. എണ്ണി നോക്കൂ എന്റെ ഒരൊറ്റ ഇടിയിൽ എത്ര പഴങ്ങളാണ് വീണതെന്ന്. ഇനി നമുക്ക് നോക്കാം ദഹനക്കേടിന് എന്റെ മെഡിസിൻ ആണോ നല്ലത്, നിന്റെ ചൂർണമാണോ നല്ലതെന്ന്.
ഐഡിയ കിട്ടിയോ? നിനക്ക് വട്ടുണ്ടോ? കിട്ടിയാ പറയില്ലേ? അതിനിങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. നീയല്ലേ പറഞ്ഞത് വീട്ടിൽ വന്ന് ആലോചിക്കാന്ന്. ദേ വീടെത്തി. എടാ കുറച്ച് സമയം വേണം. എത്ര സമയം നിനക്ക് വേണം? അടുത്ത വർഷമെങ്കിലും ഐഡിയ കിട്ടുമോ നിനക്ക്? ഹണി നീ എന്റേത് മേടിക്കും. മൂത്ത ചേട്ടനെ തല്ലുവന്നോ? ചുമ്മാ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുന്നോ? പറ. ശല്യപ്പെടുത്തുന്നോ? ഉത്തരയില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ കൊഞ്ഞനെ കുത്തി മൂത്ത ചേട്ടനെ തല്ലുന്നത്. എന്താണ് ചെയ്യുന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി വഴക്കൂടുകയാണോ? ഇങ്ങനെ രണ്ട് സഹോദരന്മാർ തമ്മിൽ വഴക്കിടുന്നത് നല്ല കാര്യമല്ല. എനിക്കൊരു ഐഡിയ കിട്ടി. എന്താ അത്? ഗ്രേറ്റ്. നാളെ കാലത്ത് തന്നെ നമുക്കിത് ചെയ്യാം. ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇങ്ങനെ ഒരു കഴുത എന്റെ ചേട്ടനാവാൻ പാടില്ല. മൂത്ത ചേട്ടനെ നീ കഴുതയെന്ന് വിളിക്കുന്നോ? നീ എന്റെ അനിയനാവാൻ സാധ്യതയില്ല. നിനക്ക് നന്നായിട്ട് അറിയാം എനിക്ക് സ്ട്രോബെറി ഇഷ്ടമല്ലെന്ന്. അതുകൊണ്ടല്ലേ സ്ട്രോബെറി നീ മനഃപൂർവ്വം എന്റെ നേരെ എറിഞ്ഞത്. വാനില ഐസ്ക്രീം ഇഷ്ടമല്ലേ? ഇന്നാ പിടിച്ചോ. യക്ക. ഹലോ പാണ്ഡേ സാറേ, GPS ഓൺ ചെയ്തു. ആറ് പെട്ടെന്ന് വാ. ഈഷ്, അതാ ആ വശത്ത് നിന്ന് സിഗ്നൽ വരുന്നു. വേഗം വാ. ദേ പോണു അവർ. പിടിക്കവരെ. ഇതാണോ നമ്മുടെ സങ്കേതം? വേഗം പോയി നമുക്ക് അവരെ പിടിക്കാം. ഇതെന്താ പ്രേതങ്ങളുടെ റണ്ണിംഗ് റേസോ? ബോസേ എന്ത് പറ്റിയടാ? ബാബ, ഞങ്ങളുടെ പുറകെ സത്യമായിട്ടുള്ള പ്രേതങ്ങൾ വരുന്നുണ്ട്. നീയോ? എടാ ഇവൻ പ്രേതമൊന്നുമല്ല, വട്ടനാ. ഈ നിൽക്കുന്ന മുഴുവൻ ഇവന്റെ ആൾക്കാരാ. മഹാകള്ളനാണ്, സംശയമുണ്ടേ? നിന്നെ പിടിച്ചു. ഓക്കെ, ഇനി എന്റെ ഊഴം. ഇപ്പൊ നീ ഓടിക്കോ, ഞാൻ നിന്നെ പിടിക്കാം. ഓക്കേ.
എടാ മണ്ട, എന്നോട് സാറ്റ് കളിക്കാനല്ല ഞാൻ പറഞ്ഞത്, ഇതിനെ പിടിക്കാനാ പറഞ്ഞത്. എന്ത് രസമുള്ള കളിയായിരുന്നു. ശരി, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവനെ പിടിക്കാം കേട്ടോ. ഇങ്ങോട്ട് വരൂ. നീ ഇങ്ങോട്ട് വരൂ. നീ ഇങ്ങോട്ട് വരൂ. നീ ഇങ്ങോട്ട് വാ. ഇവിടെ 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 വാ. അവിടെ എന്താ പ്രശ്നം? അറിയാൻ പറ്റുന്നില്ലല്ലോ. പോയി നോക്കാം. ഇങ്ങോട്ട് വാ. ഞാനാണ് മൂത്തവൻ. മൂത്തവരെ ബഹുമാനിക്കുന്നത് നല്ല കാര്യമാണ്. വലിയവർക്ക് വലിയ മര്യാദ കിട്ടണം. മനസ്സിലായോ? ഇങ്ങനെ വലുതായിട്ട് വല്ലോ കാര്യമുണ്ടോ? നീ തന്നെ നിന്നെ കുറിച്ച് എപ്പോഴും വലിയവൻ വലിയവൻ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാവുള്ളത്? മനസ്സിലായോ? ഞാൻ വയസ്സിൽ വലിയവനാണ്, സൈസിൽ വലിയവനാണ്, ടാലന്റിലും വലിയവനാണ്. ഞാൻ വലിയ ഡോക്ടറാണ്. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരൂ. ഞാനും വലിയ വൈദ്യനാ. നീ ലേഹ്യം കൊടുത്ത ആൾക്കാരുടെ ലോഹ്യം പിടിച്ചു പറ്റുകയാണ്. നീ ഇഞ്ചക്ഷൻ കൊടുത്ത ആൾക്കാരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നു. എന്റെ ടാബ്ലറ്റ് പവർഫുൾ ആണ്. ഇത് കഴിച്ചാൽ ആൾക്കാരുടെ ബുദ്ധി വർദ്ധിച്ച് അവർ ജീനിയസ് ആകും. എന്റെ ലേഹ്യം അതിലും പവർഫുള്ളാ. ഇത് കഴിച്ചാൽ ആൾക്കാരുടെ ശരീരത്തിന് നല്ല ബലമുണ്ടാകും. അതെയോ? നിനക്ക് തോന്നുന്നുണ്ടോ നീ പവർഫുൾ ആണെന്ന്? ആ, എങ്കിൽ നമുക്ക് മത്സരിക്കാം. 15 മിനിറ്റിനുള്ളിൽ ഗ്രൗണ്ടിൽ കാണാം. ഓക്കേ. ഇവരെന്തിനാ വഴക്കൂടുന്ന കന്നാ സാറേ? ഞാൻ വാങ്ങിയ പുതിയ ബനിയൻ ടൈറ്റായി. അവർ രണ്ടുപേർക്കും ഈഗോ കാരണം ഫൈറ്റായി. അടികൈ. ഇത് കൈയടിക്കാനുള്ള സമയമല്ല. രണ്ട് സഹോദരന്മാർ തമ്മിൽ അടികൂടുകയാണ്. അത് നിങ്ങൾക്ക് തമാശ. കൊച്ചലിയ, എത്ര ദിവസങ്ങൾ കഴിഞ്ഞാ നമ്മൾ ഇതുപോലത്തെ വെക്കേഷന് പോകുന്നത്? അതെ, ഈ രാത്രിയിൽ ഈ ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുന്നത് എന്ത് രസമാണെന്നോ. എനിക്ക് രാത്രിയായ പിന്നെ നല്ല പേടിയാ. അത് മാത്രമല്ല, രാത്രിയിൽ ഈ റോഡിലൂടെ വണ്ടി ഓടിക്കുന്നത് വലിയ ആപത്താ. ഇങ്ങനത്തെ വിജനമായ സ്ഥലത്തെല്ലാം പ്രേതമുണ്ടാകും. സംശയമുണ്ടോ? പ്രേതവും ഭൂതമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും വീണെങ്കിൽ അത് അവിടെ കിടന്നോട്ടെ. നീ കാർ വേഗം ഓടിക്കേ. ആശാനെ, വല്ല വേഗം വീണതായിരിക്കും. ഒന്ന് ചെക്ക് ചെയ്യട്ടെ. മോപ്പട്ട്, വേഗം പോയി ഒന്ന് ചെക്ക് ചെയ്യൂ. എന്ത് പറ്റി? എന്താ? അവര് നമ്മുടെ സാധനങ്ങൾ എടുത്തോണ്ട് പോവാ. പിടിക്കേ. എടാ, പ്രേതങ്ങൾ ആരെ കൊണ്ട് പിടിക്കാൻ കഴിയില്ല. മുഴുവൻ സാധനങ്ങളും എടുത്തോണ്ട് പോയി. കൊണ്ടുപോയി പൊയ്ക്കോട്ടെ. നീ ഇങ്ങോട്ട് വാ. കാർ എന്തിനാ നിർത്തിയത്? നമ്മളെ സാധനങ്ങൾ എടുത്തോണ്ട് പോയില്ലേ, അതുകൊണ്ട് പോലീസിന്റെ കംപ്ലൈന്റ് കൊടുക്കാം. കൊച്ചലിയ, നീ എന്നെക്കാളും വലിയ കഴുതയാണ്. പ്രേതത്തിനെതിരെ ആരെങ്കിലും കംപ്ലൈന്റ് കൊടുക്കോ? അങ്ങനെ എഴുതിയാലും പ്രേതത്തിന് ആരെ കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. സംശയമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, പ്രേതവും ഭൂതവും ഉണ്ടാവില്ല. ഉണ്ട്, ആ കാട്ടിലുണ്ട്. ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അല്ല, നീ ആരാ? തലതിരിഞ്ഞ ബാബാ. Yes.
ആദ്യം താനൊന്ന് ഡിസൈഡ് ചെയ്യ്, തല തിരിഞ്ഞവനാണോ അതോ ബാബയാണോന്ന്. ബാബയായിരുന്നു. ഞാൻ പ്രേതങ്ങളെ പിടിക്കാൻ പോയി. അവരെന്നെ പേടിപ്പിച്ച് തലതിരിഞ്ഞവനാക്കി. ആര്? പ്രേതങ്ങളോ? നീ എന്നെക്കാളും വലിയ മണ്ടനാണല്ലോ. പ്രേതം എങ്ങനെ തലതിരിഞ്ഞവനാകും? നിങ്ങളല്ലേ പ്രേതങ്ങളെ പേടിപ്പിച്ചത്? പ്രേതങ്ങളാണ് എന്നെ പേടിപ്പിച്ചത്. ആ? അപ്പൊ നിങ്ങൾ ആരെയാ പേടിപ്പിച്ചത്? എന്റെ അമ്മോ, ഇത്രയും ചോദ്യങ്ങളോ? ഞാൻ തലതിരിഞ്ഞവനായി പോകും. പക്ഷെ നിങ്ങളിപ്പൊ തന്നെ തലതിരിഞ്ഞവനല്ലേ? ആ? നിങ്ങൾ എല്ലാവരും മട്ടന്മാരായി പോവും. ഓടിക്കോ ഇവിടുന്ന്. കാട്ടിലെ പ്രേതങ്ങൾ ഭീകരന്മാരാണ്. ഓടിക്കോ. പോപ്പറ്റ്, ഒരുപക്ഷെ അതെല്ലാം ശരിക്കുള്ള പ്രേതങ്ങളാണെങ്കിലോ? അവകൾ നിന്നെ തലകുത്തനെ പിടിച്ചാട്ടും, കിണറ്റിൽ മുക്കി എടുക്കും, ഇരുണ്ട ഗുഹയിൽ പിടിച്ചടയ്ക്കും. സംശയമുണ്ടോ? നിനക്ക് പേടിയാവുന്നില്ലേ? ഇല്ല, ഞാനങ്ങ് പറന്നു പോവില്ലേ? സംശയമുണ്ടോ? എടോ, ഒന്നും സംഭവിക്കില്ല. കാർ ഒന്ന് പതുക്കെ ഓട്ടിക്ക്, എന്നാലല്ലേ അവർക്ക് മുകളിൽ ചാടാൻ കഴിയൂ. നിങ്ങളുടെ ഏരിയയിൽ വന്നിരിക്കല്ലേ, ഞങ്ങളെ സ്വാഗതം ചെയ്യില്ലേ? കണ്ടില്ലേ, പ്രേതങ്ങളാണെങ്കിൽ പ്രേതത്തിനെ കണ്ട് പേടിക്കുന്നതിനാ. വാ, നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. രക്ഷപ്പെടരുത്.